ഈ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറയുന്ന വിഭാഗം അത് ഒരു ഫാന്റസി ആണെന്ന് പറഞ്ഞാൽ നേഹ അതിന് സപ്പോർട്ട് ചെയ്യോ എതിർക്കോ? അതൊരിക്കലും ഫാന്റസി അല്ല. പക്ഷെ സാധാരണ മനുഷ്യർക്ക് ഫാന്റസി ആയിരിക്കാം, പക്ഷെ അതൊരു സത്യാവസ്ഥയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആളുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ട്രസ്റ്റഡ് ആയിട്ടുള്ള ന്യൂസ് ചാനൽസിൽ വന്ന കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് അറിയുന്നുള്ളൂ. അപ്പൊ അതിൽ ചില ആളുകൾ ഇങ്ങനെ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് വിച്ച് ഇസ് അൺഐഡന്റിഫൈഡ്, അതിനാണ് UFO എന്ന് പറയുന്നത്. ഇങ്ങനെ സ്പീഡിൽ പറന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളതായിട്ട് ഫ്ലൈയിങ് സോസർ എന്ന് പറയുന്ന. അതിപ്പോ കൃത്യം ആ കണ്ട ആളുടെ പേര് ഞാൻ ന്യൂസ് വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഇൻസിഡൻസ് ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് അത് കുറെ ആൾക്കാരുടെ പേരുണ്ട്. അതിങ്ങനെ കറങ്ങി പോകും, പക്ഷെ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും അത് അപ്രത്യക്ഷമായി പോകുന്നു എന്നുള്ളൊരു സംഭവം കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിപ്പോ ഒന്നെങ്കിൽ അത് അമേരിക്കക്കാർക്ക് അമേരിക്കൻ ഗവൺമെന്റിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാം, അല്ലെ ഇല്ലെന്ന് പറയാം, നിഷേധിക്കാം. പക്ഷെ അവർ യാതൊരു ഇതും പ്രസ്താവന ഇതിൽ വരുത്തതായി കാണുന്നുമില്ല. ഏരിയ 51 ഉണ്ട് സ്ഥലം അതല്ലേ? അപ്പൊ ആ സ്ഥലത്തില് അത് അമേരിക്കൻ ഗവൺമെന്റിന്റെ അമേരിക്കയിലുള്ള സ്ഥലമാണ്, മിലിറ്ററി ഏരിയയിലാണ്. അത് മാപ്പിൽ ആ സ്ഥലം കാണിക്കത്തില്ല, പക്ഷെ ആ സ്ഥലമുണ്ട്. പക്ഷെ അവിടെ ഇതിനെപ്പറ്റി റിസർച്ചുകൾ നടക്കുന്നുണ്ടെന്നല്ലേ? റിസർച്ചുകളും ഒത്തിരി മേ ബി പുതിയ അവരുടെ ആ ഒരു മിലിറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണത്. പക്ഷെ അവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ വർക്ക് ചെയ്ത ചില ആളുകൾ പുറത്തിറങ്ങി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ 3 ഡയമെൻഷണൽ ആനിമൽസ് അല്ലേ? ഇപ്പൊ നമ്മൾക്കിപ്പോ നമ്മളെക്കാളും ഫിഷ് ജീവിക്കുന്നത് ഇവിടെ വെള്ളത്തിലാണ്, അതിന് കരയിൽ വന്ന് ജീവിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ വേറെ അറ്റ്മോസ്ഫിയറിലും വേറെ സ്ഥലങ്ങളിലും ജീവിക്കുന്ന ജീവികൾ ഉണ്ടാകും, അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ് ഇതിനെയൊക്കെ അതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ അതിനറിയുന്നുണ്ടാവില്ലല്ലോ മനുഷ്യനൊരു ജീവി ഉണ്ടെന്നുള്ളത്. അതുപോലെ നമ്മളെക്കാളും വലിയ ഡയമെൻഷനുള്ള ജീവികൾ ഉണ്ടാകും, അവർ നമ്മളെ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മൾക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ സ്പേസിൽ പോയാൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ അവർക്ക് ആ ഇഷ്യൂസ് കാണത്തില്ലേ? കാരണം നമ്മളിപ്പോ അന്യഗ്രഹ ജീവികളും സ്പേസിലാണ്. നല്ല ക്വസ്റ്റ്യൻ കാണും, പക്ഷെ അവർക്ക് ഒരു പക്ഷെ അവരുടെ ആ ഒരു സ്റ്റൈല് ഡിഫറെന്റ്. ഇപ്പൊ ഫിഷ് വെള്ളത്തിൽ മീൻ ജീവിക്കുന്നത് പോലെ അവർക്ക് അവരുടെ അതായിരിക്കാം, അതിന്റെ സ്റ്റൈല് ഡിഫറെന്റ്, വേറെ ഡയമെൻഷൻ ആയിരിക്കാം. നമ്മളെ പോലുള്ളൊരു ഇതിൽ ജീവിക്കുന്നവരായിരിക്കില്ല. ഈ പറഞ്ഞ റിവ്യൂസ് പോലെ ഞാനും ന്യൂസിൽ വായിച്ചിട്ടുള്ളതാണ്. പലരും പറയുന്നു താൻ നേഹ പറഞ്ഞതുപോലെ ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആണ്, ചിലതിന് ഷേപ്പില്ല, ചിലപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒത്തിരി പേര്, വൺ ഇന്ത്യൻ സയന്റിസ്റ്റ് ഓൾസോ സെഡ് ദാറ്റ് ദേ ആർ എമംഗ് അസ്, നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ കാണുന്നവരായിരിക്കും, നമുക്ക് പരിചയമുള്ളവരാവണമെന്നില്ല, മനസ്സിലാവും. നമ്മളിപ്പം ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാകാം. എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ കണ്ടു എന്നോ അല്ലെങ്കിൽ കേരളത്തിൽ തമിഴ്നാട്ടിൽ കലൂര് കണ്ടു എന്ന് പറഞ്ഞവരെ വാർത്ത വന്നിട്ടില്ല? ഞാൻ ഇടയ്ക്ക് ഒരു തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടു എന്നൊരു ന്യൂസ് വായിച്ചിട്ടുണ്ട്. അത് എന്താ വളരെ കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മുടെ ആളുകൾ ആരും ഇതൊന്നും നോക്കിയിരിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. സി, അത് അവരുടെ ഇന്റലിജൻസ് ആണെങ്കിലോ, നമ്മുടെ ആൾക്കാർ ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ദേ വുഡന്റ് മൈൻഡ്. അപ്പൊ ഇവരുടെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് കറങ്ങി കിടന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാം, ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഇവരുടെ അങ്ങനെ എന്തുകൊണ്ട് പഠിച്ചുകൂടാ, അങ്ങനെ ഒരു തിയറിയും കൂടെ ഉണ്ട്. What do you think about it? അത് കുറച്ചും കൂടെ പോസിബിൾ അല്ലേ? നമുക്കറിയില്ല, നമ്മുടെ ക്യാമറാമാൻ ഒരാളുണ്ട്. സി, അതാണ് പറയുന്നത്, ഈ സ്കിൻ ഡബിൾ അങ്ങനെ എന്തെന്നാണ് പറയുന്നത് തോന്നുന്നു. അപ്പൊ ഈ പറയുന്ന ഈ സിനിമകളിൽ കാണിക്കുന്ന ഫാന്റസീസ് പോലെ ഇവർ അമാനുഷികരാണെന്നൊരു തോട്ട് നാഷണലുണ്ട്. മനുഷ്യരല്ലല്ലോ, ഒരു എക്സ്ട്രാ പവർ അല്ലെങ്കിൽ സൂപ്പർ പവർ ഉള്ളവരാണ്. ബോഡി ഡബിൾ അല്ലെങ്കിൽ എക്സ്ട്രാ പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് ബിക്കോസ് ദേ ആർ ഫ്രം ആൻ അതർ പ്ലാനറ്റ്. സോ അവിടെ എന്തൊക്കെയാണ്, അവിടെയൊക്കെ വെള്ളം ഉണ്ടെന്ന് തന്നെ കണ്ടുപിടിച്ചത് റീസെന്റ്. അപ്പൊ ഇതിനു മുമ്പ് അവിടെ ലൈഫ് ഉണ്ടല്ലോ, ജീവൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് കിട്ടുന്ന സാറ്റലൈറ്റ് ഇമേജസും ഈ നേരത്തെ പറഞ്ഞ പോലെ നാസയ്ക്ക് പോലും ആ ഒരു സ്ഥലത്തെ ഡിസ്ട്രിക്ട് എന്തായിരുന്നു, ഏരിയ 51 ഏരിയ 51ന്റെ ആ ഒരു സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ കിട്ടാതെ ഈ നാസ കണ്ടുപിടിച്ച സാറ്റലൈറ്റിൽ നാസക്കാർക്ക് തന്നെ വേണ്ട, അത് വേണ്ട എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു സാധനം കണ്ടുപിടിച്ചാൽ നമുക്കറിയാം ഇത് വേണോ വേണ്ടേ എന്നുള്ള കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം, എനിക്ക് ഇന്റേണലി അറിയില്ല, അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ കുറച്ചും കൂടെ എന്താ പറയുക, റിലേറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി ഇതാണ്, ടു നോ അബൌട്ട് പീപ്പിൾ ദേ ഹാവ് ടു ബി എമംഗ് അസ്. മാർക്കറ്റിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം മാർക്കറ്റ് സ്റ്റഡി നടത്തണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ദാറ്റ് ഈസ് വാട്ട് ഐ തിങ്ക്.
അപ്പം ആയിരിക്കും. ഇതിന്റെ പക്ഷെ ഇത് നമ്മളിപ്പോൾ യൂഷ്വലി കാണുന്നുള്ളത് പണ്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഈ സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലൈയിങ് സോസർ കണ്ടു. റീസെന്റ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? റീസെന്റ് ആണ് കൂടുതൽ. ഇപ്പൊ ന്യൂജേഴ്സിയിൽ വന്നു ഇങ്ങനെ ഫ്ലൈയിങ് സോസർ വന്നു, പെട്ടെന്ന് മാഞ്ഞു പോയി. അത് ഒരിക്കലും അത് വീഡിയോ വരുന്ന ഒരു റൗണ്ടിലേക്ക് കയറി പോകുന്നതായിട്ട് അത് ഒരു സ്കൂപ്പ് ചെയ്ത് അങ്ങനെയുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് അത് വാനിഷ് ആയി പോകുന്ന പോലെയൊക്കെ ഉണ്ട്. പിന്നെ 1972 71 മറ്റോ നാസ ഇവിടുന്ന് ഒരു സിഗ്നൽ വിട്ടിട്ടുണ്ട് ലൈക്ക് ഔട്ടർ സ്പേസിലേക്ക്. നാസ പറയുന്നത്, അതായത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയോ മറ്റോ പറയുന്നത്, ഈ ആൻഡ്രോമെഡ ഗാലക്സിയുടെ ആ ഭാഗത്തുള്ള ഒരു അവിടെ ഒരു ഇതേപോലെ സൺ പോലത്തെ സ്റ്റാർ ഉണ്ട്, അവിടെ ലൈഫ് ഉണ്ട് എന്നാണ്. അപ്പൊ അങ്ങോട്ടേക്കോ മറ്റോ ആണ് ഇവര് സിഗ്നൽ വിട്ടിരിക്കുന്നത്. അപ്പൊ അതിപ്പോ ഓൾറെഡി അവിടെ എത്താൻ ടൈം ആകുന്നതേ ഉള്ളൂ. അത് കാൽക്കുലേറ്റ് ചെയ്താണ് വിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്കും ഇതേപോലെ സ്പേസിൽ നിന്ന് പല സിഗ്നൽസ് കിട്ടാറുണ്ട്. നമ്മൾക്ക് മാൻമെയ്ഡ് അല്ലാത്ത സിഗ്നൽസ് കിട്ടാറുണ്ട്. അപ്പൊ അത് കുറെ കിട്ടിയിട്ടുണ്ട്. അതുകൂടെ കൊണ്ടാണ് ഈ നാസ ഇങ്ങനെ പറയുന്നത്. ഒരുപക്ഷെ അവര് വിട്ട സിഗ്നൽസ് ആയിരിക്കും. ഇനിയിപ്പോ വല്ല സ്റ്റാർസ് തമ്മിൽ കൊളൈഡ് ആയിട്ടുള്ള സൗണ്ട് ആണോ അതും അറിയില്ല. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് അവർ അതിനകത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏലിയൻസ് ഉണ്ട് എന്ന് അവരിത്തെ ഇതായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ കാണുന്ന ഫാൻറ്റസികളിൽ, ഈ പറഞ്ഞ സിനിമകളിൽ കാണുന്ന അല്ലെങ്കിൽ നോവലിൽ വായിക്കുന്ന ET അല്ലെങ്കിൽ അനുഗ്രഹ ജീവികളിൽ ഫാൻറ്റസി ഉണ്ടാകാം, പക്ഷെ അതിനൊരു സത്യം ഉണ്ടാവും. ഫാന്റസി പറഞ്ഞാല് പ്രേതമുണ്ടോ? ഇല്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇല്ലേ? രണ്ടും നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ ജ്യോത്സ്യത്തിന്റെ ഈ മന്ത്രവാദത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സ്ഥലമാണ്. അതേ സ്ഥലത്ത് തന്നെ എത്തീസ്റ്റ് സംസാരിക്കാറുണ്ട്, രാഷ്ട്രീയക്കാർ സംസാരിക്കാറുണ്ട്. അപ്പം അതൊക്കെ ഉള്ളതാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ചോദ്യം ഇപ്പോഴും കിടക്കുകയാണ്. പക്ഷേ ഈ AI എന്ന് പറയുന്ന സാധനം ഇപ്പോഴാണല്ലോ നമ്മളെല്ലാവരും അറിഞ്ഞതും കേട്ടിട്ടുള്ളത്. വളരെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. ഇതിനു മുമ്പേ തന്നെ ET എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തും അവർ AI കാണിക്കുന്നുണ്ട്. മിഷൻ ഇമ്പോസിബിൾ 1 അപ്പോഴും നമുക്കറിയോ ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെ റോബോട്ട് ആണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുമോ? എന്ന് പറഞ്ഞാല് പണ്ട് ദൂരദർശനില് ജയന്റ് റോബോട്ട് എന്നൊരു സാധനത്തിനകത്ത് പുള്ളി വാച്ചിനകത്ത് ഒന്ന് വിളിച്ച് പറയുന്നത് ഇതെന്താ ഈ കാണിക്കുന്നത്? അപ്പൊ നമുക്കതൊരു ഫാന്റസിയാണ്. CID നസീറിനകത്ത് അതാണെന്ന് തോന്നുന്നു, അതോ ലങ്കയോ, ഇത് CID നസീറിലെ ഒരു സാധനത്തിനകത്ത് പുള്ളി ഫോണിൽ കൂടെ പറയുന്നുണ്ട്, വിക്രം 1 കാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, ജെയിംസ് ബോണ്ടിലായിട്ട് വരുമ്പോ അത് ടെക്നിക്കലി അഡ്വാൻസ്മെന്റ് അമേരിക്കക്കാരാണ്. അതാണ്, ദാറ്റ് ഈസ് ബിക്കോസ് അത് ജെയിംസ് ബോണ്ട് അല്ലേ, അങ്ങനെ അതൊക്കെ ചെയ്യാം. അപ്പൊ വിക്രമിന് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കാലം ചെയ്യുമ്പോൾ ഓക്കെ വിക്രമിന് ചെയ്യാം, ജെയിംസ് ബോണ്ടിന് ചെയ്യാം. സോ AI-യിൽ നിന്നും ഒറിജിനൽ AI വന്നിട്ടുണ്ടെങ്കിൽ ET പണ്ട് ഉണ്ടായിരുന്നു ഇല്ലെന്നുള്ള കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക്. ഈ സിഗ്നൽ പോകുന്നതും വരുന്നതൊക്കെ സിനിമകളായിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ശരിക്കും നടക്കുന്ന കഥകളിൽ നിന്നും കിട്ടുന്ന ഒരു സിനിമ ഉള്ളത് കൊണ്ടാണ് അവർ സിനിമ ആക്കിയത്. അതിനെ ഒരു അന്വേഷിച്ചിട്ടാണ് അവർ സിനിമ ചെയ്യുന്നത്. ആയിരിക്കാം.